തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കൃത്യമായി 1/3 വോട്ട് 33% വോട്ടാണ് ജില്ലയിൽ BJP നേടിയത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതിൽ കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് നെടുമങ്ങാട്. ഇത് GR അനിലിന്റെ മന്ത്രി CPI-കാരനായ GR അനിലിന്റെ സിറ്റിംഗ് സീറ്റാണ്. പരമ്പരാഗതമായിട്ട് CPI സ്ഥാനാർത്ഥികളാണ് ഇവിടുന്ന് ജയിച്ചു വരുന്നത്. ഇടക്കാലത്ത് കോൺഗ്രസിലെ പാലോട് രവി പോലുള്ള ആളുകളും ജയിച്ചിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി യുവരാജ് ഗോകുലാണ്, ചെറുപ്പക്കാരനാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നെടുമങ്ങാട് 31.5% വോട്ടാണ് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥി നിൽക്കുന്നത്. ചെറിയ അഡ്വാൻറ്റേജ് മാത്രമാണ്, ഏതാണ്ട് തുല്യ നിലയിലാണ് മറ്റു പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അടൂർ പ്രകാശാണ് ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചത്. അദ്ദേഹത്തിന് നെടുമങ്ങാട് നിന്ന് കിട്ടിയ വോട്ടും അതേപോലെ തന്നെ പരാജയപ്പെട്ട ജോയിക്ക് കിട്ടിയ വോട്ടും ഏതാണ്ടൊക്കെ തുല്യമായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു കൃത്യമായ ത്രികോണ മത്സരമാണ് നടക്കേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP നല്ല പെർഫോമൻസ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. BJP ഇതിനു മുമ്പ് ഏറ്റവും നല്ല പ്രകടനം നടത്തിയത് 2016 ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ VV രാജേഷ് അവിടെ സ്ഥാനാർത്ഥിയായി നിന്നിരുന്നു. അദ്ദേഹം ഏതാണ്ട് 24% വോട്ടാണ്, 35,000-ലധികം വോട്ടാണ് അദ്ദേഹം അന്ന് സമാഹരിച്ചത്. അതുകൊണ്ട് തന്നെ BJP ഒരു കേരളത്തിൽ മൊത്തത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മണ്ഡലമായി ഇതിനെ മാറ്റിയെടുക്കാൻ യുവരാജ് ഗോകുലിന് കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ K ജയപ്രസാദാണ്. കേരള സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറാണ് ഡോക്ടർ ജയപ്രസാദ്. നമസ്തേ. നെടുമങ്ങാട് GR അനിൽ എളുപ്പത്തിൽ ജയിച്ചു വരുമെന്നാണ് LDF അവകാശപ്പെടുന്നത്. UDF-നാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ചെറിയൊരു പാളിച്ചകൾ പറ്റിയോന്ന് സംശയമുണ്ട്. ഏതായാലും CPI-യിലെ വിമതനായ CPI-ന്ന് തെറ്റിവന്ന GR അനിലിൽ അതേ പാർട്ടിക്കാരനായിട്ടുള്ള മീനാങ്കൽ കുമാറിനെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. അത് എത്ര നല്ലൊരു സന്ദേശമാണ് നൽകുന്നതെന്ന് അറിയില്ല. BJP ആണെങ്കിൽ യുവരാജ് ഗോകുലാണ്. എത്രത്തോളമാണ് BJP-യുടെ സാധ്യത നെടുമങ്ങാട്ടുള്ളത്? നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലൊരു പ്രത്യേകതയുള്ളത്, ലോകസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP-യുടെ വോട്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ എന്നാലും നമുക്ക് വിജയ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വളരെ ഉയർന്ന സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. നമ്മൾ വിജയ സാധ്യത എന്ന് പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP-യുടെ പെർഫോമൻസ്, അതും മറ്റ് രണ്ട് ഇടത് വലത് മുന്നണികളുടെ പെർഫോമൻസും കൂടെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ BJP-യുടെ വോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ക്രമാനുഗതമായി BJP-യുടെ വോട്ട് വളരുന്ന ഒരു മണ്ഡലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വളരെ ക്ലോസ് ആയിട്ട് വരികയും BJP-ക്ക് ഏതാണ്ട് 31.61% വോട്ട് ലഭിക്കുകയുണ്ടായി. അപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത് 34.6%. ഇടതുപക്ഷത്തിന് ലഭിച്ച 34.35%. അതായത് ഒരു 3% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് BJPയും മറ്റ് രണ്ട് മുന്നണികളും തമ്മിലുള്ള വോട്ട് അല്ലെങ്കിൽ അതിന്റെ വിജയ സാധ്യത അവിടെ മാറുന്നത്. അപ്പൊ ഇവിടെ BJPക്ക് പൊതുവെ തിരുവനന്തപുരം ജില്ലയിൽ 14 നിയോജക മണ്ഡലങ്ങളിലും BJPക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഇന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ ഭരണത്തിൽ കീഴിൽ വന്നു. പൊതുവെ BJPക്ക് ഉണ്ടാകുന്ന ഒരു ഉണർവ് അല്ലെങ്കിൽ വളർച്ചയൊക്കെ വളരെ പ്രകടമായ ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അതിന്റെ ഒരു സ്വാധീനവും ഉണ്ടാകും. അതായത് ഒരു 3% വോട്ടിന്റെ ഇൻക്രീസ് ലോകസഭാ ഇലക്ഷനിൽ ലഭിച്ച വോട്ടിൽ നിന്ന് 3% ഇൻക്രീസ് ഉണ്ടാകണം. അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ പറയുന്നു, ലോകസഭയിലും നിയമസഭയിലും ലോക്കൽ ബോഡിയിലും 3 തരത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. പക്ഷെ ലോക്സഭയിൽ കിട്ടുന്ന ഉദാഹരണത്തിന് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 2014 തെരഞ്ഞെടുപ്പിൽ BJPക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം എല്ലാ സ്ഥലത്തും BJP ലീഡ് ചെയ്തിരുന്നു. 24-ലാണ് 2-3 സ്ഥലത്ത് ലീഡ് ചെയ്തത്. പക്ഷെ അത് രാജഗോപാൽ നിന്ന സമയത്ത് മാത്രമാണ് അവർക്കൊരു വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ബാക്കി എല്ലാ സ്ഥലത്തും ലോക്സഭയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും, കാരണം ഷിഫ്റ്റിംഗ് ഓഫ് വോട്ട്സ് വരുന്നുണ്ട്. കാരണം ലോക്സഭയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആളുകൾ
നിയമസഭയിൽ അവർ വോട്ട് ചെയ്യുന്നത് തിരിച്ച് അല്ല, യഥാർത്ഥത്തില് ബി.ജെ.പിയുടെ വോട്ടിനെ നമ്മൾ രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, വിജയ സാധ്യത ഉള്ള മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ വോട്ട് സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല്, ഉദാഹരണത്തിന് ഇപ്പൊ പാലക്കാട്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട് മലമ്പുഴ, അല്ലെങ്കിൽ മഞ്ചേശ്വരം, കാസർഗോഡ്, നേമം, കഴക്കൂട്ടം, ഈ മണ്ഡലങ്ങളിലൊക്കെ ബി.ജെ.പിയുടെ വോട്ട് നിയമസഭയിൽ ഒരു പരിധി വരെ സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട്. ജയിച്ച നിയമസഭയിൽ തൊട്ടടുത്ത നിയമസഭയായിട്ട് അത് ലോക്സഭയുടെ ഒരു അതെ അതിന്റെ പ്രധാന കാരണം അല്ല, ഇടതുപക്ഷത്തിനും അത് പറ്റില്ല. കഴക്കൂട്ടത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇപ്പൊ കഴക്കൂട്ടത്ത് 20,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ ഇയാള് ജയിച്ചത്, കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചത്. 2021-ൽ 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് അവരുടെ വോട്ടിംഗ് ശതമാനം 27% കുറയാണ് നിയമസഭയിൽ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വരുമ്പോൾ സാധാരണ വോട്ടർമാർ നോക്കുന്നത് ആ പഞ്ചായത്തിലെ കോർപ്പറേഷനിലെ ഭരണത്തെ കുറിച്ചാണ്, പ്രാദേശിക സ്ഥാനാർത്ഥികളാണ്. നിയമസഭയിൽ വരുന്ന സംസ്ഥാന ഭരണത്തിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാവും. ലോകസഭയിൽ മോഡി വേണോ വേണ്ടയോ, നരേന്ദ്രമോദിയുമായി അല്ലെങ്കിൽ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പം ബി.ജെ.പി നമ്മൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കണം. ബി.ജെ.പി മറ്റ് മുന്നണികളെ പോലെ കേരളത്തിലെ പരമ്പരാഗതമായ ശക്തിയല്ല എല്ലാ മണ്ഡലങ്ങളിലും. അപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 6-7 മണ്ഡലങ്ങളിൽ ബി.ജെ.പി നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതായത് ബി.ജെ.പിക്ക് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി പ്രകടനം കാഴ്ചവെക്കും. അതായത് തിരുവനന്തപുരം, തൃശ്ശൂര്, പാലക്കാട്, പത്തനംതിട്ട ഒക്കെ ബി.ജെ.പിക്ക് മോശമല്ലാത്ത നല്ല പ്രകടനം കാഴ്ചവെച്ചു. പിന്നെ 6 മണ്ഡലങ്ങൾ, കോഴിക്കോട് അത്ര വരുന്നില്ലെങ്കിൽ പോലും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ബി.ജെ.പിയുടെ വിജയ സാധ്യത ഒരു ഫാക്ടറാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ. അപ്പം ബി.ജെ.പി 2016-ലും 2021-ലും നെടുമങ്ങാട് മത്സരിക്കുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല 2026-ൽ വരുമ്പോൾ. അതെ, മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങള് ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും മത്സരം നടക്കുന്നത് ബി.ജെ.പിയും ഇടതുപക്ഷവും തമ്മിലാണ്. 1-2 മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും കോൺഗ്രസിന് ഒരു പക്ഷേ മേൽക്കോയ്മ ഉണ്ടാകാം. എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് നെയ്യാറ്റിങ്കര, പാറശാലയിലൊക്കെ ബി.ജെ.പി 3-ാം സ്ഥാനത്താണ്. ഞാൻ ബി.ജെ.പി അല്ല ഉദ്ദേശിച്ചത്, കോൺഗ്രസിന്റെ സാധ്യത വളരെ കുറവാണ് തിരുവനന്തപുരം ജില്ലയില്. അല്ല, ഉദാഹരണത്തിന് ഇപ്പം നെയ്യാറ്റിങ്കരയിലാണെങ്കിലും പാറശാലയാണെങ്കിലും കോൺഗ്രസ് ആണല്ലോ ഒരു മെയിൻ കണ്ടന്റർ. പക്ഷേ വിജയ സാധ്യത വരുമ്പോഴത്തേക്കും നെയ്യാറ്റിങ്കര 2-3 മണ്ഡലങ്ങൾക്കപ്പുറം ഞാൻ വിവിധ സർവേകൾ, മനോരമ ഉൾപ്പെടെ സർവേയിൽ പോലും തിരുവനന്തപുരത്ത് കോൺഗ്രസ് വളരെ അനുകൂലമായ സാഹചര്യം ഇല്ല. തിരുവനന്തപുരം സിറ്റി പല സർവേയിലും സെൻട്രൽ വിജയ സാധ്യത വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ പ്രകടനം ഈ 2026-ല് അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. വിശേഷിച്ചും തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ വിജയ സാധ്യത മാത്രമല്ല കാണുന്നത്, ബി.ജെ.പി ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള തലത്തിൽ അതിന്റെ ഗ്രൗണ്ട് സപ്പോർട്ട് വളരെ വലുതാണ്, വിപുലമായി കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കിട്ടിയ 33%. അത് ബി.ജെ.പിയുടെ ക്യാൻവാസ്. നമ്മൾ ബി.ജെ.പിയുടെ ശക്തി അളക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരുവനന്തപുരത്തും ആറ്റിങ്ങലും കിട്ടിയ വോട്ടാണ് ബി.ജെ.പിയുടെ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് അവരുടെ ക്യാൻവാസ്, ആൾറെഡി അവരുടെ കൈവശമുള്ള വോട്ടാണത്. പക്ഷെ നിയമസഭയിലെ വിജയ സാധ്യത അനുസരിച്ച് ആ വോട്ട് കുറയുകയോ കൂടുകയോ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേറൊരു സമീപനപ്പെടുത്തുന്നത്. അതായത് വിജയ സാധ്യത ഉദാഹരണത്തിന് ബി.ജെ.പിക്ക് ഈ 30% അല്ലെങ്കിൽ 25% വോട്ട് ഷെയർ ഉള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ അതിന് വോട്ട് കൊടുക്കുന്ന വോട്ടർമാര് ബി.ജെ.പി ജയിക്കില്ല എന്നുള്ള ധാരണയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അല്ല, ഇപ്പൊ ഉദാഹരണം നമ്മൾ നെടുമങ്ങാടേക്ക് തന്നെ വരാം. നെടുമങ്ങാട് സ്വാഭാവികമായിട്ടും സിറ്റിംഗ് എം.എൽ.എ ആണല്ലോ അവിടുത്തെ മെയിൻ ഒരു പ്രധാന മത്സരക്കാരൻ, സിറ്റിംഗ് എം.എൽ.എ ആണ്. അപ്പൊ അദ്ദേഹത്തെ എതിർക്കുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു.ഡി.എഫിൽ നിന്ന് കോൺഗ്രസിൽ വന്ന ആളാണ് നിൽക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ തവണ അവിടെ പ്രശാന്തായിരുന്നു, അദ്ദേഹം നേരെ CPM-ലേക്ക് പോയി, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മാറി. അപ്പം അന്ന് ബി.ജെ.പി 21-ലെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 3-ാം സ്ഥാനം, കുറച്ചുകൂടി ഡിസ്റ്റന്റ് ആയിരുന്നു. 2016-ൽ വേണമെങ്കിൽ ബി.ജെ.പി ഒരു വളരെ അടുത്ത് നിന്ന് ശരിക്കും ഒരു ത്രികോണ മത്സരത്തിൽ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പം ഇത്തവണ നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലല്ലേ ഇത്തവണ ആളുകൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വരണമെന്നില്ല. കാരണം ബി.ജെ.പിയെ കഴിഞ്ഞ തവണ ആളുകൾ പരിഗണിച്ചത് അവിടെ വിജയ സാധ്യത ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ബി.ജെ.പിയോട് അനുഭാവവും താല്പര്യമുള്ളവരും അംഗങ്ങളുമാണ് വോട്ട് ചെയ്തത്.
പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പൊതുവെ ഉണ്ടാകുന്ന BJP അനുകൂലമായ ഒരു അന്തരീക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും BJP ജയിക്കുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. കാരണം ലോകസഭയിലും വിജയസാധ്യത ഉണ്ടെന്നുള്ള ഒരു 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 പൊതുവെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ആറ്റിങ്ങലിലും കാട്ടാക്കടയും BJP ഒന്നാം സ്ഥാനത്തേക്ക് വരികയുണ്ടായി. അപ്പൊ നെടുമങ്ങാടും ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു BJP അനുകൂല സാഹചര്യം ലോകസഭയിലുണ്ടായി. അതിന്റെ കാരണം വിജയസാധ്യത വന്നുകൊണ്ടാണ്. അപ്പൊ BJPക്ക് വിജയസാധ്യത ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ 2 ലോകസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാര് BJPയെ സ്വീകരിക്കാൻ തയ്യാറായി വരുന്നതിന്റെ അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഉണ്ടായത്. അല്ല, പക്ഷെ അപ്പോഴും ആറ്റിങ്ങൽ ആ പട്ടികയിൽ വന്നിരുന്നില്ല. സത്യത്തിൽ തിരുവനന്തപുരത്ത് BJP ഒന്നാം നമ്പർ ശക്തിയാണ്, അല്ലെങ്കിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്നൊരു ധ്വനി ഉണ്ടായിരുന്നെങ്കിലും ആറ്റിങ്ങൽ ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടിയാണ് അത് നമ്മൾ മാധ്യമങ്ങൾ ഉണ്ടാക്കി. ഞാൻ ജനങ്ങളുടെ ഇടയിൽ ആറ്റിങ്ങലിൽ BJPയുടെ പ്രവർത്തനം വളരുകയും ആ തരത്തിൽ വിശേഷിച്ചും ശ്രീ മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ആ തരത്തിലൊരു ഇത് ഉണ്ടായതായി എന്നെ പോലുള്ള നിരീക്ഷകർക്ക് തോന്നിയിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ അതിനെ കാര്യം അവഗണിക്കുക ചെയ്തത്. അല്ല, ഒരുപക്ഷെ മാധ്യമങ്ങൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ. അല്ല, ജനങ്ങൾ വോട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ രീതിയിലല്ലല്ലോ. ജനങ്ങൾക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു നിരീക്ഷണം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 32% ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തില് BJPക്ക് വോട്ട് ഷെയർ ലഭിച്ചതിന്റെ കാരണം ജനങ്ങൾ BJPയെ വേറൊരു കണ്ണിലൂടെ കാണുന്നത് കൊണ്ടാണ്. അതായത് BJPയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതുകൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് BJPക്ക് വിജയ സാധ്യത ജനങ്ങൾ കാണുന്നതാണ്. വോട്ടർമാരിൽ ഒരു വലിയ ശതമാനം പേര് BJP 2016-ലും 2021-ലും നിന്ന് വ്യത്യസ്തമായിട്ട് BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാം എന്നൊരു മനോഭാവം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അവസ്ഥ ഇന്നുണ്ട്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ BJP ജയിക്കുമെന്നുള്ള രീതിയിലല്ല ആളുകൾ വോട്ട് ചെയ്തത്. ലോകസഭയിലെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ BJP ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്നുള്ള തലത്തിലാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തില് വിശേഷിച്ച് 2 നിയോജക മണ്ഡലങ്ങൾ നേരത്തെ പോലെ ഒന്നാം സ്ഥാനത്ത് വന്നത്. അപ്പൊ നെടുമങ്ങാട് തൊട്ടടുത്ത് വരുന്നതാണ്. നെടുമങ്ങാട് ലോകസഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ ആറ്റിങ്ങൽ ലോകസഭയിൽപ്പെട്ട നെടുമങ്ങാട് അസംബ്ലി സെഗ്മെന്റിൽ BJPക്ക് ലഭിച്ച വോട്ട് 31.6%. അപ്പം സ്വാഭാവികമായിട്ടും ഈ വോട്ട് ഷെയറിൽ ഒരു 3% ഗ്രോത്ത് BJPക്ക് ഉണ്ടാകുകയാണെങ്കിൽ BJPക്ക് ജയസാധ്യതയുണ്ട്. ഇതിനകത്ത് തന്നെ ഇപ്പം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പൊതുവെ BJP അത്ര ഒരു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അത്ര ശക്തമായ മണ്ഡലങ്ങളുള്ളതായിട്ടല്ല കണക്കാക്കിയിരുന്നത്, അല്ലെങ്കിൽ അത്ര ശക്തി ഉള്ളതായിട്ടല്ല കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇത്തവണ വളരെ നല്ല രീതിയിൽ BJP മുന്നോട്ട് കയറി. കാരണം BJPക്ക് വളരെ വീക്കാണ്. ഇപ്പം അരുവിക്കരയിൽ രാജഗോപാൽ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന സമയത്ത്, G. കാർത്തികേയന്റെ മരണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ മത്സരിച്ച സമയത്ത്, അല്ലെങ്കിൽ നെയ്യാറ്റിങ്കരയിൽ രാജഗോപാൽ മത്സരിച്ച സമയത്തൊക്കെയാണ് BJP ഒന്ന് കയറി വന്നത്. അതേപോലെ വാമനപുരം, ഈ മണ്ഡലങ്ങളൊക്കെ BJP പൊതുവെ ഒരു വീക്കായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അരുവിക്കര, വാമനപുരം. പക്ഷെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കുതിച്ചുകയറ്റമാണ് BJP നടത്തുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പില് ചിറയൻകീഴല്ല, ഈ ആറ്റിങ്ങലിലെ എല്ലാ മണ്ഡലങ്ങളിലും വിശേഷിച്ച് വർക്കല, ചിറയൻകീഴ്, വാമനപുരം, വർക്കലയില്, നെടുമങ്ങാട് തുടങ്ങിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും, അരുവിക്കരയിലാണ് അതിൽ താരതമ്യം കുറവുള്ളത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെ പെർഫോമൻസ് വളരെ മുന്നോട്ട് പോകും. ഇത്ര വന്നിട്ടില്ല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടിയെ നമ്മൾ കേരളത്തിലെ ഇടത് വലത് പാർട്ടി മുന്നണികളിലെ പാർട്ടികളും BJPയെ നമ്മൾ 2 തട്ടിൽ നിന്ന് കാണണം. BJP ഒരു ഗ്രോത്ത് ഉണ്ട്. BJPയുടെ വളർച്ചയിൽ ഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ മുന്നോട്ട് ഉള്ള പ്രയാണമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മനോരമ കൊണ്ടുവന്ന സർവേയിലും BJPയുടെ വോട്ട് ഷെയർ എല്ലാ ജില്ലകളിലും വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം UDFന് വിജയസാധ്യത മൈനോറിറ്റി മേഖലയിൽ കാണുമ്പോഴും വോട്ട് ഷെയറിൽ വലിയ വർധനവ് കാണുന്നില്ല. വോട്ട് ഷെയർ അതായത് ചെറിയ വ്യത്യാസമല്ല, ഇടതുപക്ഷത്തിനുണ്ടായ കുറവിന്റെ നേട്ടമാണ് ഉണ്ടാകുന്നത്. മറ്റേതങ്ങനെയല്ല. BJP ഒരു പാർട്ടി എന്ന തരത്തിൽ വളരുകയാണ്. ആ വളർച്ച കൂടുതൽ പ്രകടമാകുന്ന ജില്ല തിരുവനന്തപുരമാണ്. അതിന്റെ സ്വാധീനമാണ് ഞാൻ പറഞ്ഞ നെടുമങ്ങാടിലെ ഒരു 3% ഗ്രോത്ത്. അതായത് ലോകസഭ ഇലക്ഷനിൽ BJPയിൽ വോട്ട് ചെയ്ത വോട്ടർമാരിൽ അവരുടെ മനസ്സ് വീണ്ടും BJPയിലേക്ക് പതിയുകയും ഒരു 3% ഗ്രോത്ത് കൂടുതൽ ലഭിക്കുകയും ചെയ്താൽ BJPക്ക് അവിടെ ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അതാണ് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യുമ്പോൾ വിജയിക്കുന്നത് മാത്രമല്ലല്ലോ, വിജയ സാധ്യത വളരെ പ്രധാനമാണ്.
ആ വിജയ സാധ്യതയിലേക്ക് ഒരു 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 സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പാർട്ടി എത്തിപ്പെടുന്നതിന് ഒരു ചില കാരണങ്ങളുണ്ടാവാം. ആ കാരണങ്ങളിൽ BJPക്ക് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ്. മറ്റൊന്ന്, ഈ നെടുമങ്ങാട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, മുൻകാലഘട്ടത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തേക്ക് മാറിപ്പോയി പ്രശാന്ത്. ഇത്തവണ ഇടതുപക്ഷത്തുള്ള ശ്രീ മീനാങ്കൽ കുമാർ CPI നിന്ന് കോൺഗ്രസ് പക്ഷത്തേക്ക് വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഡിഫറൻ്റ് ആണ്, ആളുകൾക്ക് മടുപ്പുണ്ടാക്കുന്നതാണ്. കാരണം ഒരേ ഇപ്പം തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതായത് മുൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇപ്പം CPM-ലെത്തിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നു, അദ്ദേഹവും അതിൽ ഇൻവോൾവ്ഡ് ആണെന്നുള്ള അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രത്യാഘാതം ശബരിമല കൊള്ളയുടെ ഒരു ഇമ്പാക്റ്റും ഈ കാരണം ദേവസ്വം ബോർഡിനെ നിന്ന് മാറി നിർത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടതും വലതും മുന്നണികളുടെ ഈ കൂട്ടായ്മ നമുക്ക് നെടുമങ്ങാട് പ്രകടമായി കാണാം. പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു, ജീവരാജ് ഗോകുൽ വളരെ ചെറുപ്പക്കാരനായിട്ട് ഒരാളാണ്, മാധ്യമ ചർച്ചകളിലൊക്കെ വളരെ സജീവമാണ്. അങ്ങനെ ഒരു അത്യാവശ്യം ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ അവിടുത്തെ മിനിസ്റ്റർക്കെതിരെയും കാര്യമായി വിയോജിപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ യുവരാജ് ഗോകുൽ ഒരു യങ് ആയിട്ടുള്ള ഒരു വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ചാനൽ ചർച്ചയിലൊക്കെ വരിക, ആളുകൾ പൊതുവെ ജനങ്ങൾക്ക് സ്വീകാര്യനായി ഒരു ഇമേജ് ഉണ്ട് അയാൾക്ക്. അതിനോട് സമാന്തരമായിട്ട് BJPയുടെ അനുകൂലമായ സാഹചര്യം, ശബരിമലയുടെ വിഷയങ്ങള്, സ്വർണ്ണക്കൊള്ള, ഈ ഒരുപാട് ഘടകങ്ങളും ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ എങ്ങോട്ടൊക്കെ മൈനോറിറ്റി കൺസോൾട്ടേഷൻ അവിടെ ഇടത് വലത് മുന്നണികളിലേക്ക് തന്നെ ആയിരിക്കും പോകുക. അതിനകത്ത് ഒരു പ്രത്യേകത, BJPക്ക് എതിരായി വോട്ട് വീഴില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് BJP നമ്പർ 1 ആയിട്ട് പറയാത്തത് കൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മലമ്പുഴയിലുള്ളതുപോലെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ BJPക്ക് ഉണ്ട്. അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ മത്സരത്തിനിടയിൽ ഡിവൈഡഡ് ആയിട്ട് പോകും. ഡിവൈഡ് ചെയ്യും, അറിയാതെ കയറി വേണമെങ്കിൽ ജയിച്ചു വരാനുള്ള സാധ്യത കൂടി ഉണ്ട്. അതില്ല, ഒരുപാട് സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ BJPയുടെ നേരത്തെ ഉണ്ടായ വളർച്ചയുടെ ഒരു ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ലോകസഭയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് 12% നിന്ന് 19 25 24 31% വളർന്നു. അപ്പൊ 10 വർഷം കൊണ്ട് BJP 12% നിന്ന് 31% 31.6% ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വളരുകയുണ്ടായി. അപ്പൊ അതുപോലെ നിയമസഭയിൽ ഈ വളർച്ചയുടെ പകുതി വളർച്ച ഉണ്ടായാൽ മതി. ഒരു 5 വർഷത്തോടെ ഈ പറഞ്ഞ പോലെ ഒരു 3% to 4% ഗ്രോത്ത് BJPക്ക് ഉണ്ടാകുകയാണെങ്കിൽ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് നെടുമങ്ങാട്. അതുകൊണ്ട് നെടുമങ്ങാട് നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ പ്രതീക്ഷിക്കാം.